നെല്ല് സംഭരിക്കുമ്പോൾ ഉള്ള ഒരു സഹായധനമുണ്ട്. അതിന് പുറമെ കേരള സർക്കാർ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു പ്രോത്സാഹന ബോണസ് കൊടുത്തു വരുന്നുണ്ട്. പ്രോത്സാഹന ബോണസ് ലക്ഷ്യം വേറൊന്നുമല്ല, നെൽകൃഷി തുടരണം, വയലുകൾ തുടരണം, കൃഷി ഉണ്ടാകണം, ലക്ഷ്യമത് മാത്രമാണ്. കേന്ദ്രത്തിലെ പ്രിയപ്പെട്ട മോദിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് പറയുന്നു അതൊന്നും വേണ്ട, ബോണസൊന്നും വേണ്ട. ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിയുടെ കത്ത് വന്നിരിക്കുന്നു ഇവിടെ ചീഫ് സെക്രട്ടറിക്ക്. അതിൽ പറയുകയാണത്രേ ആ ബോണസ് നിർത്തലാക്കണം. ന്യായം പറയുന്നുണ്ട് കേട്ടോ. ഈ ബോണസ് കൊടുക്കുമ്പോൾ നെൽകൃഷി കൂടുന്നു. നെൽകൃഷി കൂടിയാലെന്നാണ് സംഭവം, നെല്ലും ഗോതമ്പുമെല്ലാം അധികം വെള്ളം വലിച്ചെടുക്കും. എന്തൊരു സ്നേഹമാണെന്നുള്ള വെള്ളത്തിനെ പറ്റി മോദിക്ക്. അധികം വെള്ളം വേണം നെല്ലിനും ഗോതമ്പിനും. കൃഷിക്ക് അല്പം വളം വേണ്ടി വരും, ആ വളം രാസമാലിന്യം ഉണ്ടാക്കും. ഇതെല്ലാം പറയുന്നു ആര്? ചെകുത്താൻ ബോധബോധകയാണ്. ഏറ്റവും വിലപ്പെട്ട ജൈവസമ്പത്താണ് നിക്കോബാർ ദ്വീപുകളിലേത്. കന്യാവനങ്ങളുണ്ട് അവിടെ. അവിടുത്തെ ആയിരക്കണക്കായ മരങ്ങൾ വെട്ടിമുറിച്ചു വിട്ടു ഈ മോദി ഗവൺമെൻറ്. അവർക്കപ്പോൾ പരിസ്ഥിതി ബോധം ഉണ്ടായില്ല. ആരവല്ലി മലകളുണ്ട് ഇന്ത്യയിൽ തന്നെ, നോർത്ത് ഇന്ത്യയിൽ. അത് മുടിയുകയാണ്. മോദിക്കപ്പോൾ പരിസ്ഥിതി ബോധമില്ല. കടലും കായലും പുഴയുമെല്ലാം വൻകിടക്കാർക്കായി അവർ ഒറ്റുകൊടുക്കുന്നു ബ്ലൂ ഇക്കോണമിയുടെ പേരിൽ. അപ്പോഴും മോദിക്ക് വെള്ളസ്നേഹമില്ല. പക്ഷെ ഇന്ത്യയിലെ കർഷകർക്ക്, നെൽകർഷകർക്ക് ഗോതമ്പിനും നെല്ലിനും കൊടുക്കുന്ന പ്രോത്സാഹന ബോണസ് കാര്യം വരുമ്പോൾ പറയുന്നു അയ്യോ വെള്ളം വെള്ളം, പരിസ്ഥിതി, പ്രകൃതി, ആഗോള താപനമൊക്കെ പറയുന്നു. നാണമില്ലേ മോദിക്കും കൂട്ടുകാർക്കും? ആഗോള താപനത്തിന്റെ കാരണക്കാരായ അമേരിക്കയുടെ മുമ്പിൽ എപ്പോഴും റാൻ മൂളുന്ന മോദിയല്ലേ ഈ മോദി?